മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നിങ്ങളെ തേടി വരും. പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക. ഭക്തരെ, താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തളർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ. ബന്ധങ്ങൾക്ക് 5 പടികളുണ്ട്. കാണുക, ഇഷ്ടപ്പെടുക, ആഗ്രഹിക്കുക, നേടുക. ഇവ 4 വളരെ ലളിതമായ ഘട്ടങ്ങളാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള 5ാമത്തെ ഘട്ടമാണ് നിലനിർത്തുക എന്നത്. ഭക്തരെ, നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല. അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ്. മറ്റൊരാൾക്ക് ഒരിക്കലും വളരെയധികം ലഭ്യമാകരുത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടും. ഭക്തരെ, നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ കഴിയും. ഒരു പരിധിയിൽ കൂടുതൽ ഒരാളുടെ ജീവിതത്തിലും സ്നേഹം കൊണ്ടുപോലും സ്വാതന്ത്ര്യം കാണിച്ചു പോകരുത്. നിഷ്കരുണം അവർ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ താങ്ങാൻ കഴിവില്ലാതെ നിങ്ങൾ വീണുപോകും. സ്നേഹം ഒരു അനുഭവമാണ്. അകലും തോറും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന തിരിച്ചറിവ്. മെഴുകുതിരി പോലെ പലർക്കും വേണ്ടി എരിഞ്ഞു തീരാതിരിക്കുക. പ്രകാശം നൽകുന്ന സമയം മാത്രമേ നിങ്ങൾക്ക് വിലയുണ്ടാകൂ. ഭക്തരെ, ഒഴുക്കിയ കണ്ണുനീരിന് വില തരാത്തവരുടെ മുന്നിൽ കണ്ണ് നിറയ്ക്കരുത്. ആ ദുഃഖത്തിനപ്പുറം വലിയൊരു സന്തോഷം നിങ്ങളെ തേടിയെത്തും. ഭക്തരെ, ചില ആളുകൾ നിങ്ങളെ വിട്ടുപോയേക്കാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതം എന്ന കഥയുടെ അവസാനമല്ല. അത് നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗത്തിൻ്റെ അവസാനം മാത്രമാണ്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ല. അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാകൂ. ഭക്തരെ, ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ അനുവദിക്കരുത്. അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും. നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നിങ്ങളുടെ കൂടെ കാണുമെന്ന് ഒരിക്കലും ഉറപ്പില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് കണ്ടിഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ. ഭക്തരെ, സത്യമാണെങ്കിലും പറയരുത്. സന്ദർഭം ഉചിതമല്ലെങ്കിൽ. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അനുഭവം ഏറ്റവും നല്ല അധ്യാപകനാണ്. പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും അത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഭക്തരെ, സ്വന്തമാക്കുന്നതിനു മുമ്പുള്ള പ്രകടനമല്ല, സ്വന്തമാക്കിയതിനു ശേഷമുള്ള ചേർത്തുപിടിക്കലാണ് സ്നേഹം. ബന്ധങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവിക മരണമില്ല. മനുഷ്യൻ്റെ പിടിവാശിയും പെരുമാറ്റവും അഹംഭാവവും ഒക്കെയാണ് അതിനെ കൊല്ലുന്നത്. ഭക്തരെ, ആരെയും വാക്കുകളിലൂടെ അറിയാൻ ശ്രമിക്കരുത്. കാരണം അഭിനയിക്കാൻ ഏറ്റവും എളുപ്പം വാക്കുകളിലൂടെയാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.